നമസ്കാരം. ഇന്ന് നമുക്ക് HS അഥവാ ഹൈഡ്രഡനൈറ്റിസ് സപ്പറൈറ്റിട്ട് സംസാരിക്കാം. ഇത് കൂടുതലും കുരുക്കളായിട്ടാണ് ഫോം ചെയ്യുക. കുരുക്കൾ എന്ന് പറയുമ്പോൾ കക്ഷത്തിലും ബ്രസ്റ്റിന്റെ മുകളിലും ബ്രോയിനിലും അല്ലെങ്കിൽ ബട്ടക്സിലൊക്കെ കുരുക്കളായിട്ട് ഫോം ചെയ്യും. ചിലവർക്ക് മുഖത്തും ഇതുണ്ടാവാം. ഈ കുരുക്കളിൽ നിന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ എന്തെങ്കിലും പസ് വരിക, അല്ലെങ്കിൽ ഈ കുരുക്കളിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ട്രാക്ട് പോലെ ഫോം ചെയ്യുക, അതായത് നാഡീവ്രണം പോലെ ഉള്ളിലേക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് ചിലപ്പോൾ ആ തുടക്കകാലത്ത് ചെറിയ കുരുക്കളല്ലേ എന്ന് വിചാരിച്ചത് നെഗ്ലക്ട് ചെയ്യും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് മാറാതിരിക്കുക, അല്ലെങ്കിൽ ഈ കുരുക്കളിൽ നിന്ന് ശക്തമായ വേദനയും അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളെ സമീപിക്കുക. ഇത് കൂടുതലും ചിലപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഹാബിറ്റ്സ് കൊണ്ട്, അതായത് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ പൊണ്ണത്തടി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ജെനറ്റിക്സ് പരമായിട്ടും ചിലപ്പോൾ ഈ പ്രശ്നം വരാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് അവരുടെ ഡയറ്റ് കറക്ഷൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എരിവ്, പുളി, ഉപ്പ്, മധുരം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കുറയ്ക്കണം. പിന്നെ കൈപ്പയ്ക്ക, പടവലങ്ങ, ചുരക്ക പോലത്തെ ഫുഡുകൾ ഉൾപ്പെടുത്തിയാൽ ഇത് പെട്ടെന്ന് ലീഷൻസ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എക്സർസൈസും യോഗ, പ്രാണായാമം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ റെക്കറൻസ് തടയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണി വീഡിയോ ഞാൻ അടുത്തതിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.